ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് വോയിസസ് ഇൻ യൂണിസൺ എന്നുള്ള പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. വേർഡ് ഹണ്ട്. വേർഡിനെ ഹണ്ട് ചെയ്യുക, തേടി പിടിച്ച് കണ്ടുപിടിക്കുക അല്ലേ. ലുക്ക് അറ്റ് ദ വേർഡ് ടുഗെദർ. ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദിസ് വേർഡ്. Write each word you get inside a star. You will get 5 stars if you write 5 words. എന്താ പറയുന്നത്? ടുഗെദർ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് അല്ലേ. TOGETHER, ടുഗെദർ. ആ വാക്കിൻ്റെ അകത്തുനിന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ വേർഡ്സ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഓരോ വേർഡും നമ്മൾ താഴെ തന്നിരിക്കുന്ന സ്റ്റാർസിൻ്റെ ഉള്ളിൽ എഴുതണം. അങ്ങനെ 5 സ്റ്റാർസ് കിട്ടിക്കഴിഞ്ഞാൽ 5 സ്റ്റാർസിൽ എഴുതാനുള്ള വേർഡ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 സ്റ്റാർ തരുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എത്ര വേർഡ്സ് കിട്ടുമെന്ന് നോക്കാമല്ലോ. ഓക്കെ, കുറേ വേർഡ്സ് ഇവിടെ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ. നോക്കിയേ, ഗോ കിട്ടൂലേ. ജിയും ഉണ്ട്, ഓ ഉണ്ട്. ഗോ കിട്ടും. ട്രീ കിട്ടും അല്ലേ. അവിടെ ടി ഉണ്ട്, പിന്നെ ടുഗെദറിൻ്റെ ലാസ്റ്റ് ഒരു ആറുണ്ട്, പിന്നെ 2 ഇ ഉണ്ട്. TREE, ട്രീ കിട്ടും. പിന്നെ ഇതൊക്കെ നോക്കൂ. ടു, ഹീറോ, ഗെറ്റ്, ഹെർ. പിന്നെ ഇവിടെ താഴെ നിൽക്കുന്ന നോക്കി. ഹി, ഹിയർ, ഹോട്ട്, ഈഗോ, ഗോട്ട്, ദ, ഗീ, 3, ദർ, ടീത്ത്. ഓക്കെ, ഇത്രയും വേർഡ്സാണ് ടീച്ചർക്ക് കിട്ടിയത്. ഇനിയും മക്കൾക്ക് ഇനിയും കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 2 നോക്കിയേ. മൈ കളർ മൈ പ്രൈഡ്. എന്താ പറയുന്നത്? എൻ്റെ നിറം എൻ്റെ അഭിമാനം എന്നാണ് പറയുന്നത്. ഓക്കെ, The rainbow people are excited to talk about their new colors. റെയിൻബോ പീപ്പിൾ അവരുടെ ന്യൂ കളർ, പുതിയ കളർ കിട്ടി എല്ലാവർക്കും അല്ലേ റിബൺ എടുത്തപ്പോൾ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ ആകാംക്ഷയോടുകൂടി അവർ സംസാരിച്ചു. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്. അവരെന്തൊക്കെയായിരിക്കും അവരുടെ കളേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ഒന്നാമത്തെ ബ്ലൂ എന്താ പറയുന്നത് നോക്കിയേ. ഐ ആം ബ്ലൂ, ഞാൻ നീലയാണ്. ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ, ഞാൻ ആകാശത്തിൻ്റെ കളറാണ്. The world's largest animal has my color. ഏതാണ് വേൾഡിലെ ലാർജസ്റ്റ് ആനിമൽ? ബ്ലൂ വെയിൽ അല്ലേ. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആനിമലിന് എൻ്റെ കളറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യെല്ലോ എന്താ പറയുന്നത്? ഐ ആം യെല്ലോ, ഞാൻ മഞ്ഞയാണ്, യെല്ലോ ആണ്. ഐ ഷൈൻ ലൈക്ക് ദ സൺ, ഞാൻ സൂര്യനെ പോലെ പ്രകാശിക്കും. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ, ഞാൻ ഇതില്ലേ സൺഫ്ലവർ അറിയില്ലേ, സൂര്യകാന്തിയുടെ കളറാണ് എനിക്ക് എന്ന് യെല്ലോ പറഞ്ഞു. ഇനി നമുക്കുള്ളവർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് മക്കൾക്കുള്ളവർക്കാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. റെഡും ഗ്രീനും എന്തായിരിക്കും അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ടീച്ചർ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇത് കോപ്പി ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ റെഡ് പറയുന്നത് നോക്കിയോ. ഐ ആം റെഡ്, ഞാൻ ചുവപ്പാണ്. ഐ ആം ദ കളർ ഓഫ് ലവ്, ഞാൻ സ്നേഹത്തിൻ്റെ നിറമാണ്. ദ ഫ്ലവേഴ്സ് ആൻഡ് ആപ്പിൾസ് ആർ ഓൾ മൈ കളർ. ഫ്ലവേഴ്സും പിന്നെ എന്താണ് ആപ്പിളും അല്ലേ ഒക്കെ എൻ്റെ കളറിലാണ്. എല്ലാ ഫ്ലവേഴ്സും അല്ല എങ്കിലും കൂടുതൽ കളേഴ്സ് നമ്മൾ റെഡിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈവൺ ദ ബ്ലഡ് ഫ്ലോയിങ് ത്രൂ യു ഈസ് റെഡ്. നിങ്ങളിലൂടെയൊക്കെ ഒഴുകുന്ന ബ്ലഡ് എൻ്റെ കളറായ റെഡാണ് എന്നാണ് റെഡ് അഭിമാനത്തോടു കൂടി പറയുന്നത്. ഇനി ഗ്രീൻ എന്താ പറയുന്നത് നോക്കി. ഐ ആം ഗ്രീൻ, ഞാൻ പച്ചയാണ്. ഐ ആം ദ കളർ ഓഫ് നേച്ചർ, ഞാൻ പ്രകൃതിയുടെ തന്നെ കളറാണ്. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഹാവ് ഗ്രീൻ ലീവ്സ്. ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ പച്ച ഇലകളുണ്ട് എന്ന് ആര് പറഞ്ഞു? പച്ച പറഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കിയേ. ആക്ടിവിറ്റി 3, ഫീലിങ്സ് ഇൻ വേർഡ്സ്. ഓക്കെ, നമ്മുടെ വാക്കുകളിൽ വരുന്ന നമ്മുടെ വികാരങ്ങൾ, ഫീലിങ്സ്. ഓക്കെ, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്താ പറയുന്നത്? വാവ്, എത്ര മനോഹരമായ കാഴ്ചയാണത് അല്ലേ. ആ വാവ് എന്നുള്ള വേർഡ് വരുമ്പം തന്നെ നമ്മൾക്ക് എത്രത്തോളം സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ ക്ലിയർ ആണ്. മനസ്സിലായോ? ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഇവിടെ താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതൊക്കെ വേറെ വേറെ ഇമോഷൻസിനെ ഫീൽ ചെയ്യുന്നതാണ്, കാണിക്കുന്നതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, അതിന് മാച്ച് ആകുന്ന രീതിയിൽ ഈ വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കി അവർ തന്നെ തന്നിട്ടുണ്ട്. വി ഹാവ് പ്ലേഡ് വെരി വെൽ, ഞങ്ങൾ വളരെ നല്ലോണം കളിച്ചു. പിന്നെ ഇതിന് ഡാഷ് വി ലോസ് ഗെയിം, എന്നിട്ട് നമ്മൾ കളി തോറ്റു. അവിടെ നമ്മൾ എഴുതും അലാസ്,
പക്ഷേ നമ്മൾ കഷ്ടം സങ്കടത്തോടെ പറയുന്നതാണ് അലാസ്. എന്ത് പറയാനാ? അലാസ്, ALAS. ഓക്കെ, അലാസ് വി ലോസ്റ്റ് ദ ഗെയിം. ഓക്കെ, പിന്നെ പറയും ഡാഷ് അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. നമ്മളുടെ ടീം ഇപ്രാവശ്യം വേൾഡ് കപ്പ് വിന്ന് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അവിടെ നമുക്ക് പറയാം ഹുറേ. നമ്മുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേർഡാണ് ഹുറേ എന്നുള്ളത്. ഓക്കെ, HURRAY, ഹുറേ. അടുത്തത് നോക്കിയേ, വാട്ട് എ ഫൻറ്റാസ്റ്റിക് ക്യാച്ച്. എത്ര ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ക്യാച്ചാണ്. അവിടെ എന്ത് വരും? വാവ് അല്ലേ? വാവ്, വാട്ട് എ ഫൻറ്റാസ്റ്റിക് ക്യാച്ച്. എത്ര മനോഹരമായ ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാച്ചാണത്. അടുത്തത് എന്താ? യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. എന്താ പറയുന്നത് അവിടെ? ഔച്ച്. വേദന എടുക്കുമ്പോൾ പറയുന്ന വേർഡ് യോ എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ. OUCH ഔച്ച് എന്നാണ് വായിക്കുക. അത് പറയുന്നത് എന്താ? അയ്യോ എന്ന്. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ, ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ബോബി എന്നാണ് പറയുന്നത്. അവിടെ ആക്ച്വലി എന്താണ് വരിക? ശരിക്കും ഇനി നമുക്കവിടെ ബാക്കിയുള്ളത് YAH, യാ ബോബി, അത് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ളത് വരാം. ഇപ്പോൾ ഒരാൾ ചോദിക്കില്ല, ബോബി ചോദിക്കലാണ്, ഓ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ എന്ന്. അപ്പോൾ അതിന് മറുപടിയാണ് ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം. പക്ഷേ ആക്ച്വലി നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരു ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലേ? അതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ് എന്ന് വരാം. പക്ഷേ ആ കൺഗ്രാജുലേഷൻസ് എന്നുള്ള വാക്ക് അവിടെ ഇല്ല, പക്ഷേ ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്കവിടെ വരാം. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ചെയ്യുക കേട്ടോ. നോക്കൂ, അത് നോക്കി ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചർ അവിടെ രണ്ടും ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്താ പറയുന്നത് എന്നുള്ളത്, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അവിടെ രണ്ട് വന്നാലും കറക്റ്റ് തന്നെയാണ്, പക്ഷേ കൺഗ്രാജുലേഷൻസ് ആ ലിസ്റ്റിൽ തന്നിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തത് നോക്കിയേ, ആക്ടിവിറ്റി 4 നോക്കൂ. വി ഹാവ് സീൻ ദ പിക്ചർ ഓഫ് കളർഫുൾ റിബൺസ് ഫോളിങ് ഫ്രം ദ സ്കൈ അല്ലേ? ഹിയർ ഈസ് അനദർ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. ഓക്കെ, നമ്മൾ റിബൺസ് ഇങ്ങനെ വീഴുന്ന പിക്ചർ നമ്മൾ കണ്ടു, പാഠത്തിൽ കണ്ടു അല്ലേ? ഇവിടെ വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താ അതിൽ കാണിക്കുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. എന്താ ചെയ്യുന്നത് നോക്കിയാൽ നമുക്കതിനെ എന്നിട്ട് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാമല്ലോ. ഓക്കെ, ടീച്ചർ എഴുതിയ സെൻറ്റൻസ് നോക്കുക. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ഒരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങൾ എഴുതി നോക്കൂ. ചിത്രം സ്വന്തമായിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതി നോക്കുക. അതിനുശേഷം മാത്രം ടീച്ചർ എഴുതിയ സെൻറ്റൻസ് കാണുക കേട്ടോ മക്കളെ. ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഓക്കെ ഓക്കെ, എന്തായാലും ടീച്ചർ വായിക്കുന്നുണ്ട് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെയാണ് എഴുതുക. എങ്ങനെ? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു വളരെ മനോഹരമായ ചിത്രമാണ്. ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. സഡൻലി കളർഫുൾ ടോയ്സ്, സ്വീറ്റ്സ്, ഗിഫ്റ്റ് ബോക്സസ് ആൻഡ് ഓർണമെൻറ്റ്സ് സ്റ്റാർട്ടഡ് ഫോളിങ് ഫ്രം ദ സ്കൈ. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? സഡൻലി പെട്ടെന്ന് നല്ല നിറത്തിലുള്ള കളിപ്പാട്ടങ്ങളും കുറേ മധുര പലഹാരങ്ങളും പിന്നെ ഗിഫ്റ്റ് ബോക്സുകളും ഓർണമെൻറ്റ്സിലെ ആഭരണങ്ങളും ഒക്കെ ആകാശത്ത് നിന്ന് വീഴാൻ തുടങ്ങി. ദ ചിൽഡ്രൻ ബിക്കേം വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് സീയിങ് ദിസ്. കുട്ടികൾ വളരെ സന്തോഷമായി പിന്നെ എക്സൈറ്റഡ് ആയി അല്ലേ? വളരെ ആകാംക്ഷയായി അവർക്ക്. ദേ കളക്റ്റഡ് എവ്രിതിങ് ദേ ലൈക്ഡ്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ കളക്ട് ചെയ്യാൻ തുടങ്ങി. ദർ ഈസ് എ മങ്കി സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ വാച്ചിങ് ദ കിഡ്സ് പ്ലേയിങ്. അവിടെ ഒരു മങ്കി ഇരുന്നിട്ടുണ്ട്. ആ മങ്കിയും ഈ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കലാണ്. പിന്നെയോ ദ മങ്കി ഓൾസോ ഹാസ് കളക്റ്റഡ് ആൻ ആപ്പിൾ. മങ്കി ആകാശത്ത് വീണ ഒരു ആപ്പിൾ മങ്കിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സെൻറ്റൻസ് എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കൂ. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺസ്. അതിന് സെൻറ്റൻസ് ഉണ്ട്. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് കളർഫുൾ റിബൺസ് വീഴാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഈ കളർഫുൾ എന്നുള്ള വേർഡ് റിബൺ എന്നുള്ള വേർഡിനെ കുറച്ചുകൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യലാണ്, കുറച്ചും കൂടി അതിനൊന്ന് വിശദീകരിച്ച് പറയലാണ് അല്ലേ? അതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി പറയലാണ്. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അത് ഇവിടെ താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഏതാണോ അവിടെ സ്യൂട്ടാവുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ,
നോക്കി ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. ബ്രൈറ്റ് ഉണ്ട്, BRIGHT. സാൻഡി, SANDY. BIG ബിഗ് ഉണ്ട്. ഷൈനി, SHINY ഷൈനി ഉണ്ട്. വാം ഉണ്ട് അല്ലേ, WARM വാം ഉണ്ട്. നമുക്ക് നോക്കാമല്ലോ സെൻറ്റൻസ്. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെൻറ്റ് ടു എ ഡാഷ് ബീച്ച്. ഒരു ബീച്ചിലേക്ക് പോയി. എങ്ങനെയുള്ള ബീച്ചായിരിക്കും? സാൻഡി അല്ലേ, സാൻഡി. അവിടെ മണലെല്ലാം ഇങ്ങനെ എപ്പോഴും മണലായിട്ട് കിടക്കുന്ന ബീച്ചായിരിക്കും. അവിടെ സാൻഡി എന്നുള്ള വേർഡാണ് വരിക. അപ്പോൾ ബീച്ച് എന്നുള്ള വേർഡിനെ ഒന്നും കൂടി ഒന്ന് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷേ എന്നാലും അതിനെ ഒന്നും കൂടി കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ച് പറയാം, എന്താ പറയുക, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി പറയാനാണ് നമ്മൾ ആ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സാൻഡി എന്നുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ മക്കളെ, അടുത്തത് നോക്കിയോ. ദ സ്കൈ വാസ് ഡാഷ് ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദി ഡാഷ് സൺ. ദ സ്കൈ വാസ് ബ്രൈറ്റ്. ആകാശം വളരെ ബ്രൈറ്റ് ആയിരുന്നു, തിളങ്ങുന്ന ആകാശമായിരുന്നു അല്ലേ. ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദ ഷൈനി സൺ. തിളങ്ങുന്ന സൂര്യൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ തെറിച്ചു അല്ലേ, തിളങ്ങുന്നുണ്ടായിരുന്നു, സ്പാർക്കിൾഡ്. ദേ മെയ്ഡ് എ ഡാഷ് സാൻഡ് കാസിൽ. ദേ മെയ്ഡ് എ ബിഗ് സാൻഡ് കാസിൽ ആൻഡ് കളക്റ്റഡ് വാം ഷെൽസ്. അവരെന്നിട്ട് ചെറിയ ചെറിയ ഇളം ചൂടുള്ള ഷെൽസൊക്കെ കളക്ട് ചെയ്തു ഫ്രം ദി ഷോർ. നേഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിങ് ഡേ എവർ. ഓക്കെ, അങ്ങനെ നേഹ പറഞ്ഞു. അത്രേ ഉള്ളൂ, ഇതാണ് ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നെന്ന് നേഹ പറഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് 2-3 തവണ വായിച്ച് നോക്കിയിട്ട് ഇതുപോലെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് വേറെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. അഡ്ജക്റ്റീവ്സ് എന്ന് പറയും അതിനെ, ഉണ്ടെങ്കിൽ എഴുതണം. ഓക്കെ, നോക്കിക്കോ. സിമ്പിൾ, കൈൻഡ്, കാം, വൈഡ്, ക്ലിയർ, സോഫ്റ്റ്, കളർഫുൾ, ബ്യൂട്ടിഫുൾ, മാജിക്കൽ, ഫ്രഷ്, വൈബ്രൻറ്റ്, കോൾഡ്, വെറ്റ്, ഷൈനിങ്, സ്ട്രേഞ്ച്. ഓക്കെ, ഇത്രയാണ് ടീച്ചർക്ക് കിട്ടിയത്. ഇനി മിസ്സായി പോയിട്ടോന്നല്ല മക്കളെ, നിങ്ങൾ കണ്ടുപിടിക്കണം ഇനിയും കേട്ടോ. അതുപോലെ ഈ വേർഡ്സ് ഞാൻ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ പോയിട്ട് പരതി നോക്കണം. ഓക്കെ, ടെക്സ്റ്റിൽ എവിടെയാപ്പോൾ സിമ്പിൾ കണ്ടത് എന്ന് നിങ്ങൾ വായിക്കുക, ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, ഗുഡ്. നിങ്ങൾ ചെയ്യും അല്ലേ? ഓക്കെ, ഇനി അതിന് മുമ്പിൽ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് വായിച്ച് നോക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടതാ. വാട്ട് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്? Describing words are special words that tell us more about a person, place, animal or thing. ഓക്കെ, ഒരു പേഴ്സണെയോ പ്ലേസിനെയോ ആനിമലിനെയോ ഒരു തിങ്ങിനെ, അതായത് എന്താണത്, പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നൗണാണ് അല്ലേ. കൂടുതലായിട്ട് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ് എന്ത്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഓക്കെ, ദേ ഹെൽപ്പ് മേക്ക് അവർ സെൻറ്റൻസസ് മോർ ഇൻട്രസ്റ്റിംഗ്. ഈ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്താ ചെയ്യുക, നമ്മുടെ സെൻറ്റൻസിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റും. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ട് കണ്ടോ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ഡോഗ്. എനിക്കൊരു പട്ടിയുണ്ട്. അതിന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആക്കി പറയാണ്, ഐ ഹാവ് എ ക്യൂട്ട് ഡോഗ്. എനിക്ക് എങ്ങനെയുള്ള പട്ടിയുള്ളത്, ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിയുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നൗൺസിനെ കുറിച്ച് പറഞ്ഞിട്ട് മക്കളെ, നൗൺസിനെ കുറിച്ച് കൂടുതൽ കാണണമെങ്കിൽ ടീച്ചർ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ചാനലിൽ ഒരു നൗൺസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് അത് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നൗൺസ് എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അതിൻ്റെ ലിങ്ക് ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, എല്ലാവരും അത് കാണുക. ഇനി അടുത്തതൊരു ചെറിയ പോയമാണ്. ഹിയർ ഈസ് എ പോയം അബൌട്ട് ആൻസ്. റീഡ് ആൻഡ് എൻജോയ്. ഓക്കെ, ആൻസ്. സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദി ആൻഡ്. അത്രയും ചെറിയ ജീവികളാണ്, നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു, ആൻഡ്, ഉറുമ്പെന്ന് വിളിക്കുന്നു. ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണ്, കവി എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നത് അവർക്ക് കാണ്ട്, CANT അല്ലേ, കനോട്ട് അല്ലെങ്കിൽ കാണ്ട്. കാണ്ട് എന്ന് പറയാറില്ലേ, കനോട്ടിൻ്റെ ചെറിയ ഷോർട്ട് രൂപമാണ് കാണ്ട്. അവരുടെ ഡിക്ഷണറിയിൽ തന്നെ ആ കാണ്ട് എന്നുള്ള വാക്കില്ല, നമ്മൾ പറയില്ലേ അവൻ്റെ ഡിക്ഷണറിയിൽ ആ വാക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ ഉറുമ്പുകളുടെ ജീവിതത്തിൽ കാണ്ട് എന്നൊരു വാക്കേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാണ് ആര് പറയുന്നത്, ഈ കവിത എഴുതിയ ആൾ പറയുന്നത്, കവി പറയുന്നത് അല്ലേ, പോയറ്റ് പറയുന്നത്. ദേ വിൽ ക്ലൈംബ് അപ്പ്, ഓവർ, എറൗണ്ട് ആൻഡ് ത്രൂ. അവരെല്ലാവരുടെയും വലിഞ്ഞ് കയറും, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കും, എങ്ങനെ വേണം ഉള്ളിലേക്ക് കൂടിയൊക്കെ പോകും.
ഇറ്റ് സീംസ് ദർ ഇസ് നത്തിങ് ആൻസ് കാൺ ഡു. ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ദെ നെവർ ക്വിറ്റ്, ദെ നെവർ സ്റ്റേ. അവരെവിടെയും നിന്ന് പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് പകുതിക്കിട്ട് പോകുകയോ ഒന്നുമില്ല. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ ടു ഗെറ്റ് ടു വെയർ ദെ നീഡ് ടു ഗോ. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ ടു ഗെറ്റ് ടു വെയർ ദെ നീഡ് ടു ഗോ. അവർക്ക് എങ്ങോട്ടാണോ അവർക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതല്ലെങ്കിൽ അവർ മറ്റൊരു വഴി കണ്ടെത്തും. എന്തായാലും അവരത് പകുതിക്കിട്ട് പോകില്ല. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. അവരെങ്ങനെയാണ് ആ പുതിയ വഴി എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് ഞാൻ എപ്പോഴും വണ്ടർ ആവാറുണ്ട്. ദിസ് ബഗ് സോ സ്മോൾ, ദിസ് ടൈനി സ്പെക്ക് ക്യാൻ ടീച്ച് അസ് ഓൾ ഹൗ ടു ഏൺ റെസ്പെക്റ്റ്. ഈ ചെറിയ ജീവികൾ ശരിക്കും നമ്മളെ എങ്ങനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ഏൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ചെറിയ ഉറുമ്പുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ ഇപ്പോൾ കണ്ട പോയത്തിനെ കുറിച്ചുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ്. നോക്കിക്കോ, ആദ്യത്തെ ലെറ്റ്സ് എക്സ്പ്ലോർ നോക്കൂ. ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട്. വൈ? ദ പോയറ്റ് സേസ് ദാറ്റ്, കവി എന്താണ് പറയുന്നത്? ഉറുമ്പുകൾക്ക് കാണ്ട് എന്നുള്ള വാക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ദർ ഇസ് നത്തിങ് ദ ആൻഡ്സ് കാൺ ഡു അല്ലേ. സോ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത് മക്കളെ? ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. എന്താ എഴുതേണ്ടത്? ബിക്കോസ് ദർ ഇസ് നത്തിങ് ദ ആൻഡ്സ് കാൺ ഡു. ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ദെ നെവർ ക്വിറ്റ്. അവരൊരിക്കലും ജോലി പകുതിക്കിട്ട് പോവില്ല. ദെ നെവർ സ്റ്റേ. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ ടു ഗെറ്റ് ടു വെയർ ദേ നീഡ് ടു ഗോ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അതുകൊണ്ടാണ് കാണ്ട് എന്നുള്ള വാക്കില്ല എന്ന് കവി പറയുന്നത്. അവരെപ്പോഴും മറ്റൊരു വഴി കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഇൻ വാട്ട് വേസ് ഡു ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൺ ദോ ദേ ആർ സ്മോൾ. അവർ വളരെ ചെറുതാണെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ശക്തി കാണിക്കുക? ദ ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ത്രൂ ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ. എന്താണ് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ? ഒത്തൊരുമ അല്ലേ. ഒരുപാട് ആൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒത്തൊരുമയും പിന്നെ സഹകരണവും കാണിക്കും, കോപ്പറേഷനും കാണിക്കും. ആൻഡ് ഷോ ദെയർ, അതിലൊക്കെയാണ് ത്രൂ ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ ആൻഡ് ഷോ ദെയർ സ്ട്രെങ്ത്. ദേ ഓഫൺ വർക്ക് ടുഗെദർ ടു മൂവ് ലാർജ് ഒബ്ജക്ട്സ് ലൈക്ക് ഇൻസെക്ട്സ് ഓർ ഫുഡ് പീസസ്. മനസ്സിലായി? അവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരെക്കാളും വലിയ ഇൻസെക്ട്സിനെയും പിന്നെ അതുപോലെ ഫുഡിൻ്റെ അല്ലേ ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അവരെല്ലാവരും ഒത്തുചേർന്ന് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഒരു എട്ടുകാലി, ഓക്കെ, ഒരു സ്പൈഡറൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചത്ത് കിടക്കുകയാണെങ്കിൽ ഈ കുഞ്ഞു ഉറുമ്പുകളെല്ലാവരും കൂടി അതിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ. ഉറുമ്പിനേക്കാൾ എത്ര വലുതാണ് സ്പൈഡർ എങ്കിലും അവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ വലിച്ചു കൊണ്ടുപോകും. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് വർക്ക് ആൻഡ് ടീം വർക്ക്. ഓക്കെ, വാട്ട് ലെസൺ ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻസ്? നമുക്ക് ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കാൻ കഴിയുക? വി മസ്റ്റ് ലേൺ ടീം വർക്ക്, കോപ്പറേഷൻ ആൻഡ് ദ ആൻഡ്സ് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഉറുമ്പുകളുടെ ടീം വർക്ക് പഠിക്കണം അല്ലേ. പിന്നെയോ കോപ്പറേഷൻ, അവരെങ്ങനെയാണ് സഹകരിച്ച് ജീവിക്കുന്നത്, കോപ്പറേഷൻ പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ സഹകരണം പഠിക്കണം. പിന്നെയോ ആൻഡ് ദ ഉറുമ്പുകളുടെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, ഒരിക്കലും ഒഴിവാക്കില്ല. നെവർ ഗിവ് അപ്പ്, അവരൊരിക്കലും തളരില്ല, ഗിവ് അപ്പ് ചെയ്യില്ല, പകുതിക്ക് ഒഴിവാക്കി പോവില്ല. ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഉറുമ്പുകളുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കുക മക്കളെ. ആക്ടിവിറ്റി 1. ഇൻ ദ പോയം ആൻഡ്സ് ദ വേർഡ് ആൻഡ് and can't 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 are rhyming words. Find out other rhyming words from the poem. Okay, rhyming words എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ഒരു രണ്ട് വേർഡ്സ് എൻഡ് ചെയ്യുന്നത് ഒരേ ടോണിലായിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇത്തിരി റൈമിംഗ് വേർഡ്സ് ടീച്ചർ അവിടെ എഴുതിയിട്ടുണ്ട്. അത് എല്ലാം ഒന്നും ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. ഓക്കെ, ഒരു വേർഡ് ഉണ്ട്, പക്ഷേ അതിൻ്റെ റൈമിംഗ് വേർഡ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സച്ച്, അതിനെ പറ്റിയത് മച്ച്, കോൾ, ബോൾ, പിന്നെന്താ സ്റ്റേ, സേ, ഫൈൻഡ്, കൈൻഡ്, ബഗ്, ഹഗ്, തിങ്, ബ്രിങ്, ഏൺ, ലേൺ, ടീച്ച്, റീച്ച്, വേർഡ്, ബേർഡ്. ഓക്കെ, ഇത്രയും റൈമിംഗ് വേർഡ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് നോക്കിയാൽ ആക്ടിവിറ്റി 2 നോക്കൂ. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. എന്താ റിഡിൽ എന്ന് പറഞ്ഞാൽ കടങ്കഥ കേട്ടോ. റിഡിൽ എന്ന് പറഞ്ഞാൽ കടങ്കഥ, RIDDLE. നോക്കിക്കോളേ.
ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ഞാൻ രാത്രിയിൽ ആകാശത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങും. ബ്രൈറ്റ് ആൻഡ് ഫാർ, കുറേ ദൂരെ നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങും. ഹൈ ഇൻ ദ സ്കൈ, ആകാശത്തിൽ വളരെ ദൂരെ. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, ആകാശത്തിൽ പുതിയ പാറ്റേൺസൊക്കെ ഉണ്ടാക്കും. ഹൂ ആം ഐ, ആരാണ് ഞാൻ, ആരാണത്? സ്റ്റാർസ് അല്ലേ, നക്ഷത്രങ്ങളല്ലേ അത്, അതെ. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്റ്റാർസ്. അതുപോലെ നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡ് ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. താഴെ തന്നിരിക്കുന്ന ഈ മൂന്നെണ്ണത്തിനെ കൊണ്ട് നമ്മളോട് റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, നിങ്ങളോട്, മക്കളോടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ 3 റിഡിൽസ് അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. വി ഷാൽ മൂവ് ഇൻ എ ലൈൻ സോ നീറ്റ് ആൻഡ് സ്ട്രെയിറ്റ്. ഞങ്ങൾ വളരെ നീറ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൂടിയാണ് മൂവ് ചെയ്യുക. വി ആർ ഫേമസ് ഫോർ അവർ ഹാർഡ് വർക്ക് ആൻഡ് യൂണിറ്റി. ഞങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ യൂണിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഫേമസ് ആണ്. വേർ ദർ ഈസ് സ്വീറ്റ്നസ് ദർ വി ആർ. എവിടെ മധുരമുണ്ടോ അവിടെ ഞങ്ങളുണ്ട്. ആരാണ്? ഹൂ ആം ഐ? ആൻഡ്, ഉറുമ്പ് അല്ലേ. അടുത്തത് ഐ ഡാൻസ് ഇൻ ദ എയർ വിത്ത് കളേഴ്സ് സോ ബ്രൈറ്റ്. ഞാൻ ആകാശത്തിലല്ലേ എങ്ങനെ നൃത്തം ചെയ്യും, വായിലിങ്ങനെ നൃത്തം ചെയ്യും. എങ്ങനെ? കളർഫുള്ളായിട്ടുള്ള കളേഴ്സ്, തിളങ്ങുന്ന കളേഴ്സും കൊണ്ട് ഞാൻ നൃത്തം ചെയ്യും. ബോൺ ഫ്രം എ വേം, ഒരു ചെറിയ പുഴുവിൽ നിന്നാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. യു വിൽ ഓൾവേസ് ഫൈൻഡ് മീ ഫ്ലൈയിങ് ഇൻ ദ ഗാർഡൻ. നിങ്ങൾക്ക് എപ്പോഴും എന്നെ ഗാർഡനിൽ പറന്ന് കളിക്കുന്നത് കാണാൻ പറ്റും. ഐ ആം ടു ക്യുക്ക് ടു ബി കോട്ട്. എന്നെ നിങ്ങൾക്ക് പിടിക്കാനേ പറ്റില്ല. ഐ ആം ടു ക്യുക്ക്, ഞാൻ വളരെ സ്പീഡിൽ പറന്നു പോകും. ഹൂ ആം ഐ? ബട്ടർഫ്ലൈ. അടുത്ത് നോക്കി, ഐ ബസ് അറൗണ്ട് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ഞാനിങ്ങനെ ബസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ പറക്കുക. ഓക്കെ, സൗണ്ട് ആക്കുന്നതിനാണ് ബസ് എന്ന് പറയുക. അങ്ങനെ ഒരു പൂവിൽ നിന്ന് പൂവിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഐ മേക്ക് സംതിങ് സ്റ്റിക്കി ആൻഡ് സ്വീറ്റ്. ഞാൻ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള എന്നാൽ വളരെ മധുരമുള്ള ഒരു സംഭവം ഞാൻ ഉണ്ടാക്കും. എ ട്രീറ്റ് ഫോർ യുവർ ടങ് ദാറ്റ് നോ വൺ ക്യാൻ ബീറ്റ്. നമ്മളുടെ നാവുകൾക്ക് അത്രയും രുചികരമായിട്ടുള്ള ഒരു ട്രീറ്റ് തരും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള സ്വീറ്റ് മധുരം. നിങ്ങളുടെ നാക്കുകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ടേസ്റ്റുകളിൽ ഒന്നാണ്. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. ഹൂ ആം ഐ? ഹണി ബി അല്ലേ. എന്താണ് ആ സ്വീറ്റ് തിങ്ങിൻ്റെ പേര് ഉണ്ടാക്കുന്നത്? ഹണി അല്ലേ, തേന്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 3 നോക്കൂ. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻഡ്സ് ലിവ്. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കിയിട്ട് എവിടെയാണ് ഉറുമ്പുകൾ ജീവിക്കുന്നതെന്ന് കണ്ടെത്തൂ. ഒബ്സേർവ് ദം, ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗെദർ, റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് about what they are doing and how they help each other. ഓക്കെ, കുറച്ച് സെൻറ്റൻസസ് എഴുതാനാണ് പറയുന്നത്. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു നല്ല ചിത്രം വരയ്ക്കണം മക്കളെ. ഈ ചിത്രം ടീച്ചർ വെറുതെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു ചിത്രം അവിടെ വരയ്ക്കുക. എന്നിട്ട് എന്താ നിങ്ങൾ കണ്ടതെന്ന് എഴുതി നോക്കുക. ഓക്കെ, എന്താ കണ്ടതെന്ന് എഴുതുക. ഐ സോ ആൻഡ്സ് ക്യാരിയിങ് തിങ്സ് മച്ച് ഹെവിയർ ദാൻ ദംസെൽസ്. ഉറുമ്പുകൾ അവരെക്കാളും വെയിറ്റുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ദെൻ ദ ഫോംഡ് എ ലൈൻ ടു ഫോളോ ഈച്ച് അതർ ലൈക്ക് എ പരേഡ്. ഒരു പരേഡ് നടക്കൂലേ, നമ്മൾ കണ്ടില്ലേ പോലീസിൻ്റെയും പട്ടാളക്കാരുടെയും എല്ലാം പരേഡ്. അതുപോലെ ലൈനായിട്ട് അവരെന്ത് ചെയ്തു? ദ ഫോംഡ് എ ലൈൻ. എന്തിനാണ്? മുമ്പിലുള്ള ആളെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി അവർ ലൈൻ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ആൻഡ്സ് വർക്കിംഗ് ടുഗെദർ ആസ് എ ഗ്രൂപ്പ്. ഉറുമ്പുകളെല്ലാം ഒരുമിച്ച് കൂട്ടമായി വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഐ സോ ദം വർക്കിംഗ് ടുഗെദർ ടു ബ്രിങ് ഫുഡ് ബാക്ക് ടു ദെയർ ഹോം. അവരെന്തിനാണ് അങ്ങനെ വർക്കിംഗ് ടുഗെദർ ചെയ്തത്? അവരുടെ ഫുഡ് തിരിച്ച് വീടുകളിലേക്ക് ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്, ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട്. ഐ വാസ് അമേസ്ഡ് ടു സീ ദ യൂണിറ്റി ഓഫ് ദ ആൻസ്. അവരുടെ യൂണിറ്റി അല്ലേ, അവരുടെ ഐക്യം കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എവറി ടൈം എ ഗ്രെയിൻ ഓഫ് റൈസ് ഫെൽ ദ പിക്ഡ് ഇറ്റ് അപ്പ് അഗെയിൻ. എന്താ പറയുന്നത്? എപ്പോഴും അവർ അരിമണി കൊണ്ട് പോകും, അത് താഴെ വീഴും, വീണ്ടും എടുത്തു കൊണ്ടുവരും. അവിടെ എന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദെയർ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത്രയും എഴുതുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിർത്തലാണ് മക്കളെ, കാരണം ഇത് വലിയ വീഡിയോ ആണ്. ടീച്ചർ എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വലിയ 10-45 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും എളുപ്പമുണ്ടാവില്ല അല്ലേ, വലിയ വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടാകും കേട്ടോ. ടീച്ചർ ചെയ്തിട്ടിട്ടുണ്ട്. ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ചാനലെടുത്ത് നോക്കുക. ഓക്കെ മക്കളെ.